ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പം 1/2 kg ചോക്ലേറ്റ് കേക്കാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ വിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇതിനെടുത്തിട്ടുള്ളത് 1/4 കപ്പ് മൈദ, അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറാണ്, ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. നമ്മളിത് മെഷർമെൻ്റ് എടുക്കുമ്പം എപ്പോഴും 1/2 കപ്പാണ് വേണ്ടത്. അപ്പോൾ 1/4 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 ടീസ്പൂണ് കോൺഫ്ലവറും ചേർത്തിട്ട് 1/2 കപ്പാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ്, അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ അരിപ്പെടുത്തിട്ട് 3-4 വട്ടം തരിച്ചെടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തരിപ്പയിലിട്ടിട്ട് നമ്മൾ തരിച്ചെടുക്കുന്നത്. ഞാൻ അത് തരിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങളൊക്കെ എടുത്ത് വെക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട എടുക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചിട്ട് നമുക്കിത് ബീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് ഞാൻ 1/4 കപ്പാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് പഞ്ചസാര കലയണ വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അതിനുശേഷം 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നിങ്ങൾ യൂസ് ചെയ്താൽ പെർഫെക്റ്റായിട്ട് നമ്മുടെ കേക്ക് പൊങ്ങി കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഞാൻ ബീറ്റർ കൊണ്ട് തന്നെ ബീറ്റ് ചെയ്യാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ലോ സ്പീഡിൽ ഇട്ടിട്ട് കറക്കിയെടുത്താൽ മതിയേ. ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്താൽ നമ്മളുടെ കേക്ക് പൊങ്ങി കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ്. അല്ല സ്പാച്ചുല വിസ്കോ ഉപയോഗിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുത്താലും മതി. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 kg ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് ഇത് ഒഴിച്ചെടുക്കുന്നത്. നന്നായിട്ട് ഇത് ടാപ്പ് ചെയ്യാം. എന്നിട്ട് 30 മിനിറ്റ് മുതൽ 35 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാണ്. ഇതെങ്ങനെ ബീറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിന് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ബീറ്റ് ചെയ്യുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ഫ്രീസറിൽ നിന്ന് മാറ്റി വെക്കണം, പുറത്തെടുത്ത് വെക്കണം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അതിനുശേഷം 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഇതിലേക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് ഞാനിതിൽ കൊക്കോ പൗഡറും അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് വനില എസൻസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കൊക്കോ പൗഡർ കൂടുതൽ വേണ്ടവർക്ക് ഒന്നും കൂടി 1 ടീസ്പൂണും കൂടി ഇട്ടിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അതിൻ്റെ ആ കട്ടിപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് ഒരു 1/2 ടീസ്പൂണ് വനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് എന്നിട്ട് നമ്മൾ ഇതൊന്ന് കൊട്ടി കൊടുത്തിട്ട് താഴത്ത് ചാടുന്നില്ലെങ്കിൽ നമ്മളുടെ ബീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ അതുപോലെ തന്നെ പേക്കായി വന്നിട്ട് നല്ല സോഫ്റ്റാണ്. ഇത് 2 ലെയറായിട്ടാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. ഇത് നമുക്കിനി ഐസിങ് ചെയ്യാം. തണുത്തതിന് ശേഷം മാത്രം ഐസിങ് ചെയ്യാം, അല്ലെങ്കിൽ ക്രീം മെൽറ്റ് ആവും.
തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റി ചെയ്യാം. അപ്പം ഫസ്റ്റ് കോട്ടിങ് നമ്മളിവിടെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം സെക്കൻഡ് കോട്ടിങ് ചെയ്താൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാം. ഒരു സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. ഇനി രണ്ടാം കോട്ടിങ് അതുപോലെ തന്നെ ഐസിങ് ചെയ്തെടുക്കുകയാണ്. ബാലറ്റ് നൈഫിൻ്റെ മുകളിൽ നിന്ന് വിപ്പിംഗ് ക്രീം പോരുന്നില്ലെങ്കിൽ, നിങ്ങൾക്കത് വൃത്തിയിൽ കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്താൽ മതി. വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് ഇതുപോലെ തന്നെ അടിച്ചു കൊടുക്കുക. അപ്പം നമ്മളുടെ കേക്ക് നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും. ഞാനിവിടെ ഒരു വിസിറ്റിംഗ് കാർഡാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താലും പെട്ടെന്ന് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഇനി ഒന്ന് തണുപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഗനാഷ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ ഒരു പാത്രം കമഴ്ത്തി വെച്ച് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഒഴിച്ചു കൊടുത്തിട്ട് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫുള്ളായിട്ട് കവർ ചെയ്യുന്നത് പോലെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്താൽ നമുക്കിത് പരന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ടാപ്പ് ചെയ്യുന്നത്. ഇപ്പം ഫുള്ളായിട്ട് ചോക്ലേറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാൻ സ്റ്റാർ നോസിലിട്ടിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ മുകളിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. എനിക്ക് പെട്ടെന്ന് വന്നൊരു കേക്ക് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്താണ്. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ ഷുഗർ ബോൾ ഇട്ടിട്ട് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് ചെയ്തെടുത്താൽ മതിയേ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.